ബീഹാർ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഇന്ത്യ മുന്നണിയെ തകർക്കും എന്ന് ബി.ജെ.പി. പ്രത്യാശിച്ചു. ബി.ജെ.പി. അനുകൂല മാധ്യമങ്ങൾ ഇന്ത്യ മുന്നണിയുടെ തകർച്ച പ്രവചിച്ചു. ഇന്ത്യ മുന്നണി ബീഹാറിൽ ഏറ്റുവാങ്ങിയത് വലിയ തിരിച്ചടിയാണ്. ശക്തമായ തിരിച്ചടി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച, എൻ.ഡി.എ കുതിക്കുന്ന കാഴ്ച, അതാണ് ബീഹാറിൽ കണ്ടത്. പക്ഷേ ബീഹാറിലെ വീഴ്ചയിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്ത് എഴുന്നേൽക്കുകയാണ് ഇന്ത്യ മുന്നണി. ബീഹാറിലെ ബി.ജെ.പി. വിജയം വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കൊണ്ടാണെന്ന് തെളിയിക്കാൻ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. വോട്ടർ പട്ടികയിൽ വൻതോതിലുള്ള ക്രമക്കേടാണ് ബീഹാറിൽ നടന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. അദ്ദേഹം വോട്ടർ അധികാർ യാത്ര തന്നെ നടത്തി. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഇപ്പോൾ ബീഹാറിലെ തോൽവിയുടെ പാഠം ഉൾക്കൊണ്ട് ബി.ജെ.പിക്കെതിരെ വലിയ പ്രക്ഷോഭത്തിന് ഇന്ത്യ മുന്നണി ഒരുങ്ങുന്നു. ഇങ്ങനെ പോയാൽ തിരഞ്ഞെടുപ്പ് ആവശ്യമില്ല എന്നാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പറയുന്നത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കെ.സി. വേണുഗോപാലും കൂടിക്കാഴ്ച നടത്തിയത് ശ്രദ്ധേയം. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ജയിച്ചത് വലിയ അട്ടിമറിയാണെന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആരോപണം. ഇന്ത്യ മുന്നണിക്കുണ്ടായ തകർച്ചയെ പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിശോധിക്കാനും മറ്റുമൊക്കെ വോട്ടർ പട്ടികയുടെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി വോട്ടർ പട്ടികയുടെ ക്രമക്കേടുകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ. എന്തായാലും ബീഹാറിലെ വിജയം ബി.ജെ.പിക്ക് പരാജയമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം പലതരത്തിലുള്ള പ്രതിരോധങ്ങൾ ഇന്ത്യ മുന്നണി തീർക്കും. ബീഹാറിൽ ആർ ജെ ഡിയും കോൺഗ്രസും ഇടതു പാർട്ടികളും ഒക്കെ ഒന്നിച്ചു നിന്നിട്ടും എൻ.ഡി.എ വലിയ വിജയം നേടിയത് അത്ഭുതകരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്ത് മാജിക്കാണ് അവിടെ ഉണ്ടായത് എന്ന് ചോദിക്കാനും ഇന്ത്യ മുന്നണി ഇപ്പോൾ തയ്യാറെടുക്കുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കെ.സി. വേണുഗോപാലും ഒക്കെ ബീഹാറിലെ ഇലക്ഷന് ശേഷം പുതിയ ഒരു വാർ റൂം തുറന്നിരിക്കുന്നു. ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിൻ്റെ എല്ലാവിധ പിന്തുണയും അവർക്കുണ്ട്. ഇന്ത്യ മുന്നണി വലിയ ഒരു പ്രക്ഷോഭത്തിനാണ് ഒരുങ്ങുന്നത്. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബി.ജെ.പി. നേടിയ വിജയം എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ ബീഹാറിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഭൂരിഭാഗവും എൻ.ഡി.എക്ക് അനുകൂലമായിരുന്നു. പക്ഷേ ഇന്ത്യ മുന്നണി വലിയൊരു വിജയപ്രതീക്ഷയാണ് ബീഹാറിൽ വെച്ച് പുലർത്തിയത്. അമിതമായൊരു ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നു ബീഹാറിൽ. തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ പ്രക്ഷോഭം ബീഹാറിൽ നിന്ന് തുടങ്ങാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ബീഹാറിലെ ബി.ജെ.പി. വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതും ശ്രദ്ധേയം. അതിന് പിന്നാലെ കോൺഗ്രസും ആർ ജെ ഡിയും എല്ലാം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിയമ പോരാട്ടത്തിലൂടെ ബി.ജെ.പിയുടെ വിജയത്തെ ചോദ്യം ചെയ്യാനാണ് കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും തീരുമാനം. ബീഹാറിലെ പരാജയം ഒരു പാഠമായി ഉൾക്കൊള്ളാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കുതിച്ചുകയറ്റമാണ് ഉണ്ടായത്. ഇന്ത്യ മുന്നണി പല ബി.ജെ.പി. കൊത്തളങ്ങളെയും ഇളക്കി മറിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇന്ത്യ മുന്നണിയുടെ തകർച്ചയാണ് കണ്ടത്. ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ഇന്ത്യ മുന്നണിയെ വല്ലാത്ത ഒരു പരിതാപകരമായ ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. ബീഹാർ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പരിതാപകരമായ അവസ്ഥ പൂർണ്ണമായും അതിനെ അർത്ഥവത്താക്കുന്ന രീതിയിലായി മാറി. എന്തായാലും രാഹുൽ ഗാന്ധിയും ടീമും വൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. ബീഹാറിൽ നിന്ന് തുടങ്ങുന്നു പ്രക്ഷോഭം.
പ്രക്ഷോഭങ്ങൾ ഏറെ കണ്ട മണ്ണാണ് ബീഹാർ. ബീഹാർ പ്രക്ഷോഭങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണുമാണ്. നിയമ പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളുമായി BJPയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനാണ് രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും തീരുമാനം.